कृपय पालय शौरे कृपय पालय शौरे करुणारसावास कृपय पालय शौरे करुणारसावास कृपय पालय शौरे करुणारसावास कलुषार्ति वीरम कृपय पालय शौरे करुणारसावास कलुषार्ति वीरम कृपय पालय शौरे तपनीय निभचेला तपनीय निभचेला तपनीय निभचेला तपनीय निभचेला तुहि नाम शुसुवदना तपनीय निभचेला तुहि नाम शुसुवदना तपनीय निभचेला तुहि नाम शुसुवदना श्रीपद्मनाभ सरसीज लोचना श्रीपद्मनाभ सरसीज लोचना कृपय पालय शौरे करुणारसावास कलुषार्ति वीरम कृपय पालय शौरे कुरु मे कुशलं मुद कुरुविन्द निभदन्त कुरु मे कुशलं मुद कुरुविन्द निभदन्त निरुपम संसार निरधीवर पोता निरुपम संसार निरधीवर पोता नारद मुख मुनि नारद मुख मुनि नारद मुख मुनि निकर गय चरित नारद मुख मुनि निकर गय चरित बाराय
പാപജാതം ഭഗവൻ വാരായ മമഖില പാപജാതം ഭഗവൻ കൃപയ പാലയ ശൗരേ കരുണ രസവാസ കലുഷാർത്തി ധീര കൃപയ പാലയ ശൗരേ ബദ്രി മുഖത്താ സന്തോഷം. കള്ളൻ. എന്താടാ നിനക്ക് ഇത്ര സന്തോഷം? ഈ റൗണ്ട് വന്നപ്പോഴേ നിനക്ക് സന്തോഷായിരുന്നു അല്ലേ? സന്തോഷമുണ്ടായിരുന്നു. എന്താ കർണാട്ടിക്കല്ലേ, അപ്പൊ ഇത് ഞാന് കച്ചേരികളിലൊക്കെ പാടാറുള്ള ഒരു കൃതിയാണ്. ഓക്കെ. അപ്പോ അത് കിട്ടിയപ്പോ സന്തോഷം തോന്നി. എങ്ങനെ പാടി? കുഴപ്പമില്ലാണ്ട് പാടി. ടെൻഷൻ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. എന്തിനാ? അല്ല, ബദ്രിക്ക് ടെൻഷനോ? അങ്ങനെ കാണാൻ പാടി നന്നായി പോയാലോ എന്നുള്ള ടെൻഷൻ അല്ലേ മക്കളെ? സാധാരണ എപ്പോഴും പെർഫോം ചെയ്യുമ്പോൾ ചെറിയ ടെൻഷനല്ല, ആ ടെൻഷൻ ഉദ്ദേശിച്ചു. ഓ അങ്ങനെ. ഓക്കെ, ഓക്കെ, ചോദിക്കാം. ഹരിച്ചേട്ടാ. ബദ്രി ഓ സാർ, നന്നായിട്ട് പാടി. താങ്ക് യു സാർ. ഓക്കെ, കീർത്തനത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറ. രാഗം ചാരുകേശിയാണ്, 26 മേളകർത്ത രാഗമാണ്. സബാഷ്. താളം മിശ്രചാപ്പാണ്. സ്വാതി തിരുനാൾ കൃതിയാണ്. സിനിമ, ഈ പാട്ടുള്ള സിനിമ സ്വാതി തിരുനാൾ, വർഷം 1989. പാടിയിരിക്കുന്നത് KJ യേശുദാസ് ആണ്. 1987 ഓക്കെ, ദാസാറാണ് പാടിയിരിക്കുന്നത്. ഈ പടം കണ്ടിട്ടുണ്ടോ സ്വാതി തിരുനാൾ? സ്വാതി തിരുനാൾ തിരുമേനിയുടെ ബയോഗ്രഫിയാണ്. മഹാരാജാവിന്റെ ബയോഗ്രഫിയാണ്. അല്ല, അത് കണ്ടിട്ടുണ്ടോ എന്നാടാ ചോദിച്ചത്. കണ്ടിട്ടുണ്ടോ? അതിലൊരു ക്യാരക്ടർ വരുന്നുണ്ട് ഇടയ്ക്ക്. ഞാൻ പാട്ടിന്റെ സീൻ വരെ കണ്ടുള്ളൂ. ഓക്കെ, ഇതില് ഷട്കാല ഗോവിന്ദ മാരാറിനെ കാണിക്കുന്നുണ്ട്. അത് കാണണം കേട്ടോ. ആരായിരുന്നു ഷട്കാല ഗോവിന്ദ മാരാർ, അറിയോ? ഓക്കെ, അതൊക്കെ പോയി ഒന്ന് കണ്ടുപിടിക്കും. ഞാൻ ചുമ്മാ ചോദിച്ചാ കേട്ടോ. ഓക്കെ സാർ. മോനെ നന്നായിട്ട് പാടി. ഇതൊരു എന്താ പറയാ, നീ നല്ല ഒരു കച്ചേരി ഇരുന്ന് കേൾക്കുന്ന പോലെ ഉണ്ടായിരുന്നു. നല്ല രസമായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. അപ്പൊ അതിനാദ്യം ഒരു ക്ലാപ്സ്. നല്ല വൃത്തിയായിട്ട് പ്രസന്റ് ചെയ്തതിന് താങ്ക് യു സാർ. ചെറിയ അവിടെ ഇവിടെ ഒക്കെ ഉള്ളൊരു പ്രശ്നങ്ങള്, ചില നോട്ട്സ്, ഇതിപ്പോ ചാരുകേശിയില് അല്ലാതെ വരുന്ന കുറച്ച് നീ ചില അവിടെ ഇവിടെ ഒക്കെ പാടി. അത് മാത്രമേ ഉള്ളൂ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ സാർ. പല്ലവിയില് ലാസ്റ്റ് സംഗതി ഒന്ന് പാടാം. കൃപയ പാലയ ശൗരേ. കൃപയ പാലയ ശൗരേ ശൗരേ ശൗരേ. ആ നോട്ട്സ് ഒക്കെ ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. ശൗരേ ശൗരേ. ഇപ്പൊ ഒരു കുറച്ചുകൂടി ക്ലീൻ ആയി. പിന്നെ മോനെ അനുപല്ലവിയില് ലാസ്റ്റ് ശ്രീ പത്മനാഭ സരസീജ ലോചന. ശ്രീ പത്മനാഭ സരസീജ ലോചന. ശ്രീ അവിടെ എന്നാണോ ഗമപദനി. അതും ക്ലാരിറ്റി ഇല്ല. ലാസ്റ്റ് സംഗതി ഇങ്ങനെ സരസീജ ലോചന. ഗമപദനി. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനത്തെ ചില ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ ചരണത്തിൽ ഒരു പോർഷൻ നിരുപമ സംസാര. നിരുപമ സംസാര. നീ നേരത്തത് സാര ഒരു ചെറിയ വലിയ നിഷാദം വന്നു കേട്ടോ. സാര സാര. ഓക്കെ, അതുപോലെ നിരവധി വരപ്പോ അതും കൂടി പാടിക്കും. നിരധി വരപ്പോത എന്ന് പറഞ്ഞ പ്രതിമധ്യമായില്ലേ? അപ്പൊ ആ നോട്ട് അത് വരരുത്. വരപ്പോത കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞ ഒരു പ്രതിമധ്യമം വന്നവിടെ. ഓക്കെ, ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇഷ്യൂസ് അല്ലാതെ മോനെ
രസമായിട്ട് തന്നെ പാടി റൗണ്ടിന് ആപ്റ്റായിട്ടുള്ളൊരു സോങ്, ഒരു കീർത്തനം തന്നെ എടുത്ത്, അതും സ്വാതിരുന്നാളുടെ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനം അല്ലേ. നമ്മുടെ കേരളത്തിൽ ഇതുപോലെ കൃതികൾ എഴുതിയ ആരുണ്ട് ഇത്ര അധികം, അതും തില്ലാനാസ്, കീർത്തനങ്ങൾ, പിന്നെ പദങ്ങൾ, വർണ്ണം എല്ലാം എത്ര കോൺട്രിബ്യൂഷൻസ് തന്ന ഒരു രാജാവാണ്. ശരിക്കും രാജാവ് തന്നെയാണ്. നന്നായിട്ട് പാടി ബദ്രി. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ശരത് സർ. മക്കളെ നന്നായിട്ട് പാടിയിടാം. താങ്ക് യു സാർ. ഈ പ്രധാനമായിട്ടുള്ളത് ഈ നമ്മൾ ഈ രാഗത്തിനൊരു സ്വരസ്ഥാനങ്ങളുണ്ടല്ലോ, അത് കൃത്യമായിട്ട് പിടിച്ചാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ അപകടമാണ്. ഓക്കെ കേട്ടോ. പ്രത്യേകിച്ച് ആ നിഷാദം ഒക്കെ നോക്കില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൈവിട്ടു പോകും. നിനക്കറിയാമല്ലോ, രാഗത്തിന് ഒരു സ്വരം മാറിയാൽ വേറെ രാഗമാവുന്നു. അപ്പോൾ അത് നോക്കിക്കൊള്ളുക, അത്രേ ഉള്ളൂ. അതാണ് സുപ്രധാനമായിട്ടുള്ള ഒരു സംഗതി ഉള്ളത്. ശുഭ തന്നെ ഒന്ന് പാടാമോ ഈ അനുപല്ലവി? തപനീയ നീ ഭജേല തുഹിനാം ശുസുവദ. അതിന്റെ അടുത്തത് ലാസ്റ്റ് തുഹിനാം ഒന്ന് ശരിയാക്ക്. തുഹിനാം നാം. അത് കൃത്യമാവട്ടെ. തുഹിനാം തുഹിനാം ശുസുവദന. ഓക്കെ. പിന്നെ മോനെ കൃപയാ പാലയ ശൗര്യ ആ നിർത്തുന്ന സംഗതി ഒന്ന് പാടാമോ? നീ എന്തൊക്കെ അത് ബൈഹാർട്ട് ചെയ്തതാണല്ലോ, ഒന്ന് പാടി. അനുപല്ലവിയില് കൃപയ മോനെ അത് കൃപയേ എന്നാ കേൾക്കുന്നത്. കൃപ എന്നാണോ? കൃപയേ പാലയ ശൗര്യ എന്നാണോ? അപ്പൊ പിന്നെ അത് കേക്കണ്ടേ? കൃപയാ കൃപയാ പാലയ ശൗരേ. ഗുഡ് ഗുഡ്, കൊള്ളാം. വേറൊന്നുമില്ല. ഇതൊക്കെ ആയാലും ഇതെടുത്തോണ്ട് വന്ന് പാടിയതിൽ കുറേ സന്തോഷം മോനെ. നീ ആ സിനിമ കണ്ടില്ലെന്ന് പറഞ്ഞതിൽ എനിക്ക് അല്ല, സിനിമ കണ്ടു, പാട്ടിന്റെ അതല്ല. അത് അവിടെ സംഗീതം ഇത്രയും കർണാട്ടിക് മ്യൂസിക്കിനെ സ്നേഹിക്കുന്ന, പ്രേമിക്കുന്ന, അഗാധമായി പ്രണയിക്കുന്ന ഒരു ചെക്കൻ അത് ഫിലിം കണ്ടില്ലെങ്കിൽ കാണണ്ടേ? കാണാം, ഇനി കാണാം സാർ. ഞാൻ കുറച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട് സ്വാതിരുന്നാൾ സാറിനെ കുറിച്ച്. അങ്ങനല്ല, നീ എന്തൊക്കെ പഠിച്ചടാ പറയട്ടോ. കൃതികൾ കുറച്ച് നോക്കി വെച്ചിട്ടുണ്ട്, നവരത്ന കൃതികൾ കുറച്ച്. ഇത് ദേവദേവ കലയാമിതേ സാറിന്റെ ആണ്. സാറല്ലല്ലോ, രാജാവ്, നമ്മുടെ രാജാവിന്റെ, സ്വാതി സാറിന്റെ രാജാവിന്റെ ദേവദേവ കലയാമിതേ. പിന്നെ പഞ്ചരത്ന നവരത്ന കൃതിയില് പാഹിമാം ശ്രീ രാജരാജേശ്വരി. ചെറുതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ ജനിച്ച വർഷമൊക്കെ ജസ്റ്റ് നോക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. എന്താണ് ആദ്യം സ്വാതിരുന്നാൾ കേട്ട അതിനൊരു പ്രത്യേകതയുണ്ട്? മുദ്രകള്. അതല്ലടാ, ആദ്യമായിട്ട് സ്വാതിരുന്നാൾ ജനിച്ചപ്പോ അതിലൊരു ഇതുണ്ട്, പ്രത്യേകതയുണ്ട്. ഏപ്രിൽ 16. ഏപ്രിൽ 16 ഡേറ്റ് അല്ല, ഏപ്രിൽ 18 മോനെ ബാലേന്ദ്രൻ മേനോൻ ചേട്ടന്റെ ഫിലിം. ഏപ്രിൽ 19 അതല്ല, ഏപ്രിൽ 16 1813 ജനിച്ചേ. അതല്ല മോനെ, ഒരു സ്പെഷ്യാലിറ്റി സമയത്ത്, ഒരു സ്വാതിരുന്നാൾ ജനിച്ച സമയത്ത് ഒരു പാട്ട് പാടിക്കൊടുത്തു, ഓമനത്തിങ്കൾ. അതാണ് ഓമനത്തിങ്കൾ. ഓക്കെ കേട്ടോ. അത്രേ പറയാനുള്ളൂ. താങ്ക് യു സാർ. താങ്ക് യു സർ. ചേച്ചി, സദ്യ എല്ലാ കറിയും ചോറും എല്ലാം കഴിഞ്ഞു, തീർന്നു സദ്യ. കൈ കഴുകാം. പായസം കുടിക്കാൻ ചേച്ചി. പായസമായിട്ട് എന്താ അപ്പൊ പറയാ? ബദ്രി സൂപ്പർ. താങ്ക് യു മാം. എനിക്ക് ബദ്രി വന്ന് ഇരുന്ന് പാടുന്നത് കണ്ടപ്പോ തന്നെ അതിന് നല്ലൊരു ഐശ്വര്യം ഉണ്ടായിരുന്നു കാണാൻ. അതുപോലെ ഒരു കച്ചേരിയൊക്കെ പാടുന്ന ഒരാളാണെന്നുള്ളത് ശബ്ദത്തില് നമുക്ക് മനസ്സിലാവും. നല്ല ഒരു അങ്ങനെ വെറുതെ വന്ന ഒരു പ്രാക്ടീസ് ഇല്ലാണ്ട് പാടിയതല്ല അല്ലേ? നല്ല പ്രാക്ടീസോട് കൂടി ഇരുന്ന് പാടുന്ന കണ്ടാൽ അറിയാം ഒരു പാട്ടുകാരനോ പാട്ടുകാരിയോ എന്തുമാത്രം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അത് ആ ശബ്ദത്തിൽ എന്തായാലും ഉണ്ടായിരുന്നു. മോൻ അസലായിട്ട് പാടി. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കൃതിയാണിത്. ഇതില് ദാസേട്ടൻ്റെ അടുത്തു നിന്നാണ് ഞാൻ ഈ പറഞ്ഞ വരി പല വേദികളിലെ കോമ്പറ്റീഷനിൽ പാടി പ്രൈസ് മേടിച്ചിട്ടുള്ളൊരു ആണോ? ഞാനും അതുപോലെയാണെന്നൊക്കെ. ഞാൻ സ്കൂൾ കോമ്പറ്റീഷൻസിലൊക്കെ പാടാറുള്ള ഒരു സംഭവമായിരുന്നത്. ദാസങ്കിളാണ് എനിക്കിത് പഠിപ്പിച്ചു തന്ന് റെക്കോർഡ് ചെയ്ത്. ഞാൻ മസ്കറ്റിലും അദ്ദേഹം ചെന്നൈയിലല്ലേ. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് കേട്ട് പഠിക്കും, എന്നിട്ട് പിന്നെ ഫോണിൽ പാടി കൊടുക്കും. അപ്പൊ പറയും ഇന്ന കറക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു തരും. അതൊക്കെ ഒരു ഭാഗ്യം. അതൊക്കെ ഏതോ ജന്മത്തിൽ ചെയ്ത ഒരു പുണ്യം. അത്രയേ ഉള്ളൂ. കാരണം
ഈ കീർത്തനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മൾ മലയാളികൾ എല്ലാവരും കാണാൻ ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ആ ദാസേട്ടൻ യേശുദാസ് എന്ന് പറയുന്ന ഗാനഗന്ധർവൻ, അവരുടെ കൂടെയൊക്കെ ഇരുന്ന് കൊച്ചു പിള്ളേരെ പോലെ അവരെന്താണെന്ന് ആ സമയത്ത് നമ്മൾ അവരുടെ വലിപ്പം മനസ്സിലാക്കുന്നില്ല. അവരെ കൂടെ കളിച്ച് ചിരിച്ച് ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പഠിച്ച് അങ്ങനെ ആ ഒരു കാലം ഞാനിപ്പോൾ ഓർക്കുന്നു ശരിക്കും. മോൻ ഈ പാട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ശരിക്കും അപ്പം ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നത്. കാരണം എനിക്ക് ഇതുപോലെ ഒരുപാട് അസുലഭമായിട്ടുള്ള നിമിഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ആ സംഗീതം എനിക്ക് കിട്ടിയത് തന്നെ എന്തോ ദൈവാനുഗ്രഹം. മോനെ ഈ പാട്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഈ ഓർമ്മകളിലേക്കാണ് പോയത്. താങ്ക് യു സോ മച്ച്. ഞാൻ ദാസങ്കളിനെയാണ് ഓർത്തത് ഈ ഒരു സമയത്ത്. പിന്നെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ മാധുര്യം പറയേണ്ട കാര്യമേ ഇല്ല. എന്ത് പാടിയാലും ഇത്രയും ജനകീയമാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പാട്ടുകളെല്ലാം തന്നെ. കുറേ കച്ചേരികളിൽ തന്നെ അത് നമ്മളിലേക്ക് ഒരുപാട് ജനകീയമാക്കിയത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെയാണ്. എന്തൊരു സ്വീറ്റാണ് കേൾക്കാൻ ഏത് പാട്ട് പാടിയാലും. അപ്പം മോനിത് പാടുമ്പം മനസ്സിൽ ദാസേട്ടന്റെ ശബ്ദം ഉണ്ടെങ്കിലും മോൻ അസലായിട്ട് പാടിട്ടോ. നന്നായി പാടി. അത് സാരില്ല. ഞാൻ അതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ആ പാട്ടിന്റെ ഒരു വല്ലാത്തൊരു ചാരുകേശി രാഗം, വല്ലാത്തൊരു മൂഡാണ് ആ രാഗത്തിന്. അപ്പം അതുപോലെ ഇനിയും മോൻ്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഞാൻ കണ്ടുവരികയാണ്. ഇതിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇപ്പം ഈ സെമി ഫൈനലിൽ വന്നിട്ട് ഇപ്പം ക്ലാസിക്കൽ പാടുമ്പോഴത്തേക്കുള്ള ഒരു നല്ലൊരു ബദ്രി എനിക്ക് ബദ്രിന്നേ വരുള്ളൂ. നല്ലൊരു ബദ്രി, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇനിയും നന്നാവട്ടെ പ്രാർത്ഥിക്കുന്നു ഞാൻ. കാരണം നമുക്ക് അത്രയ്ക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പാടേണ്ടത് ബദ്രിയല്ലേ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ ഇനി മാർക്സ് ചോദിക്കാം. ശരത് സർ 9 marks. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി 9.1. ഹരിച്ചേട്ടാ ഓക്കെ. സോ ടോട്ടൽ 18.1. ബദ്രി പൊളിക്കാണല്ലോ, ടോപ്പർ തന്നെ. ശരി എന്നാ ബൈ. ശരി.